വെൽക്കം ടു അവർ ക്ലാസ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്ക് മലയാളം പഠിക്കാം. മലയാളം പാഠം 4 പേജ് നമ്പർ 17 എടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 4. എന്താണ് ക്വസ്റ്റ്യൻ? പിരിച്ചെഴുതുക. ആദ്യത്തെ ഒന്ന് വായിച്ചു നോക്കിയേ. ഭൂമിയിലുണ്ടോ? ഈ വാക്കിനെ എങ്ങനെയാണ് 2 പദമാക്കി നമ്മൾ എഴുതുക? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഭൂമിയിലുണ്ടോ? ഭൂമിയിൽ പ്ലസ് ഉണ്ടോ. അതിലെന്താണ് മാറ്റം? ലു എന്ന അക്ഷരം മാറി 2 അക്ഷരങ്ങൾ പുതിയത് വന്നു. ഏതാ? എൽ എന്ന ചില്ലക്ഷരവും ഉ എന്ന സ്വരാക്ഷരവും പുതിയതായി വന്നു ചേർന്നു. ഭൂമിയിലുണ്ടോ? ലു എന്ന അക്ഷരം മാറി എൽ എന്ന ചില്ലക്ഷരവും ഉ എന്ന സ്വരാക്ഷരവും വന്നു. ഭൂമിയിൽ പ്ലസ് ഉണ്ടോ. അടുത്തത് ശക്തിയുള്ള. അതിനെ എങ്ങനെയാണ് പറയുക? 2 വാക്കാക്കി. ശക്തി പ്ലസ് ഉള്ള. അവിടെ ഏത് അക്ഷരമാണ് മാറിയത്? യു എന്ന അക്ഷരം പോയി പ്ലസ് കഴിഞ്ഞ് ഉ എന്ന സ്വരാക്ഷരം വന്നു. യു എന്ന അക്ഷരം മാറി ശക്തി കഴിഞ്ഞ് പ്ലസ് ഉ എന്ന സ്വരാക്ഷരം വന്നു. അടുത്ത ചോദ്യം ചേർത്തെഴുതുക. എന്താണ് ക്വസ്റ്റ്യൻ? സംശയം പ്ലസ് ഉണ്ട്. അതിനെങ്ങനെയാണ് ചേർത്തെഴുതുക? സംശയമുണ്ട്. സംശയമുണ്ട്. അവിടെ എന്താണ് മാറ്റം? എന്ന സ്വരചിഹ്നവും ഉ എന്ന അക്ഷരവും പോയി മു എന്ന അക്ഷരം വന്നു. സംശയമുണ്ട്. മു എന്ന അക്ഷരം പുതിയതായിട്ട് വന്നു. ഏതൊക്കെ അക്ഷരങ്ങളാണ് പോയത്? എന്ന ചിഹ്നവും ഉ എന്ന സ്വരാക്ഷരവും പോയി മു എന്ന പുതിയ അക്ഷരം വന്നു. അടുത്തത് പാറ പ്ലസ് ആണ്. അതെങ്ങനെയാണ് ചേർത്ത് പറയുക? പാറയാണ്. ഇവിടെ എന്താണ് മാറ്റം? പാറ വരെ ഒരു മാറ്റവും ഇല്ല. പ്ലസ് കഴിഞ്ഞതിന് ശേഷം എന്ന അക്ഷരവും എന്ന അക്ഷരം മാറി പുതിയ ഏത് അക്ഷരം വന്നു? യാ. എന്ന അക്ഷരം മാറി യാ എന്ന അക്ഷരം പുതിയതായി വന്നു. പാറ പ്ലസ് ആണ്. പാറയാണ്. അടുത്ത ചോദ്യം ഒന്ന് വായിച്ചേ. 6ാമത്തെ ചോദ്യം. അടിവരയിട്ടിരിക്കുന്ന പദത്തിനു പകരം അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം ചേർത്ത് വാക്യം മാറ്റി എഴുതുക. അപ്പോൾ ഏത് വാക്കിൻ്റെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത് അതിൻ്റെ പകരം പദം എഴുതുക. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് വാക്യം? ക്ഷമയാണ് ബലം. ഇവിടെ എവിടെയാണ് അടിവരയിട്ടിരിക്കുന്നത്? ബലം. ബലം എന്ന വാക്കിന് പകരം പദം നമ്മൾ എവിടെ പഠിച്ചു? അർത്ഥത്തിൽ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് ബലത്തിൻ്റെ അർത്ഥം? ശക്തി. എല്ലാവർക്കും അറിയാം അല്ലേ? ക്ഷമയാണ് ശക്തി എന്ന് എഴുതുക. ശക്തി എന്നതിൻ്റെ അടിയിൽ വരയിടുക. അടുത്ത ചോദ്യം നോക്കിയേ. ശരിയായ വാക്ക് എടുത്തെഴുതുക. 2 പദം കൊടുത്തിട്ടുണ്ട്. സന്തോഷം, സന്തോഷം. ഏത് വാക്കാണ് ശരിയായിട്ടുള്ളത്? ആദ്യത്തെ വാക്ക് അതവിടെ എടുത്തെഴുതാം. അടുത്തത് ഇരുമ്പ്, ഇരുമ്പ്. ഏത് വാക്കാണ് ശരിയായിട്ടുള്ളത്? 2ാമത്തെ അല്ലേ? അതവിടെ എടുത്തെഴുതാം. അടുത്തത് ഒറ്റ വാക്ക് എഴുതുക. കറുത്ത മേഘം, കാർമേഘം. കറുത്ത മേഘം കണ്ടിട്ടില്ലേ നിങ്ങൾ? എപ്പോഴാണ് കറുത്ത മേഘം ഉണ്ടാവുക? മഴ വരുമ്പോൾ ആകാശത്ത് കറുത്തിരുണ്ട് മേഘങ്ങളൊക്കെ കറുത്തിരിക്കും. അതാണ് കാർമേഘം. മഴയില്ലാത്തപ്പോൾ മേഘങ്ങൾ എങ്ങനെ ഇരിക്കുക? വെളുത്തിരിക്കും അല്ലേ? അപ്പോൾ മഴ വരുമ്പോൾ കറുത്തിരിക്കുന്നതാണ് കാർമേഘം. കറുത്ത മേഘം, കാർമേഘം. ശക്തിയുള്ളവൻ. എന്താണ് ഒറ്റ വാക്ക്? ശക്തൻ. ശക്തിയുള്ളവൻ, ശക്തൻ. ഇത്രയും കാര്യങ്ങൾ എവിടെയാണ് എഴുതേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 4 തുടങ്ങി 8 വരെ ടെക്സ്റ്റ് പുസ്തകത്തിൽ പെൻസിൽ കൊണ്ട് വൃത്തിയായി എഴുതുക. അടുത്ത് നോക്കിയേ. വാക്യത്തിൽ പ്രയോഗിക്കുക. 9th ക്വസ്റ്റ്യൻ. അത് നമ്മൾ എവിടെ എഴുതാം? അത്
നോട്ട് പുസ്തകത്തിൽ എഴുതണം. ഈ 4-ാം പാഠത്തിൻ്റെ നോട്ട്ബുക്കിൽ ഒന്നും എഴുതിയിട്ടില്ല 4-ാം പാഠം. അപ്പോൾ പാഠം 4 ക്ഷമയാണ് ബലം എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 9 വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് എഴുതുക. അത് കഴിഞ്ഞ് താല്പര്യം, ആദ്യത്തെ ക്വസ്റ്റ്യൻ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആഗ്രഹം. അപ്പോൾ അത് യോജിച്ച, താല്പര്യം എന്ന വാക്കിന് യോജിച്ച ഒരു സെൻറ്റൻസ് എഴുതണം. എന്നിട്ട് എഴുതിയിരിക്കണം ഇവിടെ, സിനിമ കാണാൻ എനിക്ക് താല്പര്യമാണ്. എല്ലാവർക്കും ആഗ്രഹമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്ത് കാണാൻ? സിനിമ കാണാൻ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ താല്പര്യമാണ് എന്നതിൻ്റെ അടിയിൽ വരയിടുക. അടുത്തത് ബലവാൻ അർത്ഥം എന്താണ്? ശക്തിയുള്ളവൻ. അപ്പോൾ അതിന് യോജിച്ചൊരു വാക്ക്, ഒരു സെൻറ്റൻസ്, കായികമേളയിൽ വിജയം ബലവാന് മാത്രമാണ്. കായികമേളയിൽ വിജയം ലഭിക്കുക ആർക്കാ? ബലമുള്ളവന്, ബലവാന് മാത്രമാണ്, ശക്തിയുള്ളവന് മാത്രമാണ് വിജയം ലഭിക്കുക. അപ്പോൾ കായികമേള എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോർട്സിൽ വിജയം ബലവാന് മാത്രമാണ്. അടുത്തത് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. എന്താണ് ചോദ്യം? ആർക്കാണ് ദുഃഖമില്ലാത്തത്? നമ്മൾ ടെക്സ്റ്റ് പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ? ആർക്കാ ദുഃഖമില്ലാത്തത്? ധനമുള്ളവന്, ആരോഗ്യമുള്ളവന്, ക്ഷമിക്കുന്നവന്. എന്താണ് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുത്തത്? ആർക്കാ ദുഃഖമില്ലാത്തതെന്ന്? ക്ഷമിക്കുന്നവനാണ് ദുഃഖമില്ലാത്തത്. അപ്പോൾ അതിൻ്റെ ഉത്തരം അവിടെ കറക്റ്റ് ഓപ്ഷനിൽ ടിക്ക് ഇടുക ടെക്സ്റ്റ് പുസ്തകത്തിൽ. അടുത്ത ചോദ്യം, ഉത്തരം എഴുതുക. ഇത് നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? വാക്യത്തിൽ പ്രയോഗിക്കുക എഴുതി അതിൻ്റെ താഴെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഉത്തരം എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 11. 1. പാറയേക്കാൾ ശക്തിയുള്ളത് എന്തിനാണ്? എന്തിനാണ് പാറയേക്കാൾ ശക്തിയുള്ളത് എന്നാണ് പറയുന്നത്? പാറയേക്കാൾ ശക്തിയുള്ളത് ഇരുമ്പിനാണ്. അപ്പം അതെങ്ങനെയാണ് പഠിക്കുക നമ്മൾ? ചോദ്യം നോക്കി പാറയേക്കാൾ ശക്തിയുള്ളത് വരെ എഴുതുക. അതിനുശേഷം ഇരുമ്പിനാണ്, അതാണ് ഉത്തരം. അപ്പോൾ ആ വാക്ക് എഴുതുക. ഉത്തരം ഇരുമ്പിനാണ് എന്ന് പറഞ്ഞ് അത് മാത്രം എഴുതിയാൽ പോരാ. ചോദ്യം നോക്കി സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കി എഴുതിയാലാണ് മാർക്ക് ഫുൾ കിട്ടുക. ഓക്കെ. അടുത്തത്, പാറയേക്കാൾ ശക്തി ഇരുമ്പിനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പാറയേക്കാളും ശക്തി ഇരുമ്പിനാണ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇരുമ്പിന് കാഠിന്യം കൂടുതലുള്ളത് കൊണ്ടാണ് പാറയേക്കാൾ ശക്തി ഇരുമ്പിനാണെന്ന് പറയുന്നത്. അപ്പം ഇരുമ്പിന് എന്താണുള്ളത്? കാഠിന്യം അർത്ഥം നമ്മൾ പഠിച്ചതാണ്. കടുപ്പം കൂടുതലാണ് ഇരുമ്പിന്. അപ്പം അതുകൊണ്ടാണ് പാറയേക്കാൾ ശക്തി ഇരുമ്പിനാണെന്ന് പറയുന്നത്. അടുത്തത് സംഭാഷണം. തേർഡ് ക്വസ്റ്റ്യൻ, സംഭാഷണം അവസാനിക്കുമ്പോൾ ഗുരു ശിഷ്യന് എന്തുപദേശമാണ് നൽകിയത്? അവസാനം പാഠഭാഗത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടു ഗുരു ശിഷ്യന് എന്താണ് ഉപദേശിക്കുന്നത്? ഭൂമിയിൽ ഏറ്റവും ശക്തമായത് ക്ഷമയാണ്. അതിനെ ജയിക്കാൻ ഒന്നിനുമാവില്ല. ക്ഷമിക്കുന്നവന് ദുഃഖമില്ല. അപ്പം എന്താണ് ഭൂമിയിൽ ഏറ്റവും ശക്തമായത്? ക്ഷമ. അതിനെ ജയിക്കാൻ ഒന്നിനുമാവില്ല. ക്ഷമിക്കുന്നവന് ദുഃഖമില്ല. ഈ ഉപദേശമാണ് പാഠം അവസാനിക്കുമ്പോൾ ഗുരു ശിഷ്യന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം വാക്യത്തിൽ പ്രയോഗിക്കുകയും ഉത്തരമെഴുതുക 3 ഇത് നോട്ട് പുസ്തകത്തിൽ വൃത്തിയായി പേന ഉപയോഗിച്ച് എഴുതുക. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? പാഠം എല്ലാവരും നന്നായി വായിച്ചു എന്ന് ടീച്ചർ കരുതുന്നു. കുറച്ച് പേരോടൊക്കെ ടീച്ചർ ഗൂഗിൾ മീറ്റിൽ വായിപ്പിച്ചു. ചിലർ നന്നായി വായിച്ചു, ചിലരൊക്കെ സ്ലോ ആയിട്ടാണ് വായിച്ചത്. അപ്പോൾ 5 പ്രാവശ്യം വായിക്കാത്തവർ അടുത്ത ഗൂഗിൾ മീറ്റ് ആകുമ്പോഴേക്കും നന്നായി വായിക്കുക. പാഠം ഇനിയും വായിപ്പിക്കും ടീച്ചർ. ഈ പാഠം എടുത്ത് കഴിയുന്നത് വരെ എല്ലാ പ്രാവശ്യം ഗൂഗിൾ മീറ്റിൽ വായിപ്പിക്കും. എഴുതിയത് റഫ് പുസ്തകത്തിൽ എഴുതി പഠിക്കണം. നമ്മൾ ഇന്നെടുത്ത പിരിച്ചെഴുതുക, ചേർത്തെഴുതുക,
അങ്ങനെ ടെക്സ്റ്റ് പുസ്തകത്തിലുള്ളതും നോട്ട് പുസ്തകത്തിലുള്ളതും 5 ടൈംസ് ആൻസേഴ്സ് എഴുതി പഠിക്കണം. പിന്നെ പേര് തരുന്നവർ, പേര് ക്ലാസ് ടീച്ചേഴ്സ് പറയുന്നവർ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. പിന്നെ അക്ഷരദീപം 2 പേജ് എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മടിയില്ലാതെ എഴുതാം. ഗൂഗിൾ മീറ്റിൽ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ കാണിച്ചു തരാം. ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം പറയുക, പാഠം വായിക്കുക. ഓക്കെ, താങ്ക് യു.